മോഹൻദാസ് അപ്പൂപ്പൻ, ലൈക് അപ്പൂപ്പന്റെ വയസ്സുള്ള എന്റെ അപ്പൂപ്പന്റെ വയസ്സുണ്ടാവും. ഹി മസ്റ്റ് ബി 70-80-year-old man. മൈ ഗോഷ്, എന്താണ് പറയണത്? ലൈക് ഇത്രയും ഡെക്കേഡ്സ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പം എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം? ഇതൊക്കെയാണ് അന്ധമായ പോളിറ്റിക്സ്. അത് ഏത് പോളിറ്റിക്സ് ആണെങ്കിലും അന്ധമായ പോളിറ്റിക്സും ഒരു അജണ്ടയും ഒരു വിശ്വാസവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് പോയിസൺ, വിഷം തുപ്പുന്ന മനുഷ്യരാണ് ഇവരെല്ലാം. ശ്രീ പ്രശാന്ത്, ഈ രഞ്ജിനി ഹരിദാസിന് എന്തും ആകാമെന്നാണ് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെ എന്നുള്ള മട്ടില് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറെ പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി കിടന്ന് കരയുകയാണ്, പറഞ്ഞതൊക്കെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഈ ശ്രീ TG മോഹൻദാസിനെതിരെയും തിരിഞ്ഞിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ്. ഇതെന്തിൻ്റെ ഒരു പുറപ്പാടാണ്? സാറി പറഞ്ഞ രഞ്ജിനി ഹരിദാസിന് എന്തുമാവാമോ എന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവർക്കും എന്തുമാവാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഒരാളുടെ ഒരു വാർത്ത മാധ്യമത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആ മാധ്യമത്തിന് തോന്നണം വാർത്താ പ്രാധാന്യമുള്ള ആളാണ് എന്നാളെ വരുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ എന്ന് പറയുമ്പം അവർ ഓരോ പരിപാടി കൊടുത്തിട്ട് ഞാനായാലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തിക്കുമ്പോൾ ഒരു പരിപാടിയുണ്ട്, എന്നിട്ട് നമ്മളെന്തോ ചെയ്യും, നമ്മുടെ പേരൊക്കെ എഴുതി വെക്കും. പിറ്റേന്നപ്പോൾ അവർ എന്നിട്ട് നമ്മൾ പത്രക്കാരോട് വലിയ സൗഹൃദത്തിലാണ്. കാരണം ഉമാർക്ക് വെട്ടിക്കളയാൻ വെട്ടിക്കളഞ്ഞാൽ നമ്മൾ രാവിലെ വരത്തില്ലല്ലോ. എന്നിട്ട് നമ്മൾ രാവിലെ പത്രം വരുമ്പോൾ എടുത്തു വെച്ച് നോക്കി ചിലപ്പോൾ നമ്മൾ മാത്രമേ ഇത് കാണത്തുള്ളായിരിക്കും എന്ന സായിയോടെ. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല സാറേ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവർക്കും അവനവൻ്റെ വാർത്തകളും അവനവൻ്റെ അഭിപ്രായങ്ങളും ഇട്ട് പ്രചരിപ്പിക്കാം. അതിൽ ഒരു സ്വയം സുഖം കണ്ടെത്താം. ഇതിനകത്ത് ചില ഏറ്റവും ഊളത്തരമുള്ള വാർത്തയ്ക്കാണ് ഏറ്റവും വലിയ റീച്ച് വരും. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് ലോകത്ത് ഏറ്റവും വലിയ റീച്ച് വന്നു, അത് വേറെ കാര്യം. എന്നാലും ഇതുപോലെയുള്ള വീഡിയോസും ഇതുപോലെയുള്ള ആൾക്കാർക്ക്, അതിന് ഉദാഹരണം ഞാൻ പറയാം, ഈ ആറാട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്, സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് പോയി നോക്കിയാൽ മതി. അവൻ പറയുന്ന വിഡ്ഢിത്തരം, പക്ഷെ അവന്റെ റീച്ച് എത്ര വലുതാന്നുള്ളത്. അതുപോലെ അലൻ ജോസ് പെരേര, ഇവരെന്തുവാ പറയുന്നതെന്ന് അവന് പോലും അറിയത്തില്ല, അവനും താരമാണ്. അപ്പൊ ആ ഒരു ഗണത്തിൽ വരും ഈ പറയുന്ന ഈ രഞ്ജിനി ഹരിദാസ്. രാജാമണി അല്ലല്ലോ, എന്തുവാ മണിയാണ് വേറെ ഒരു കുങ്കുമണി, ജാൻമണിയാണ് ആ സാധനമൊക്കെ. അതെല്ലാം നമ്മളെങ്ങാനും അല്ലെങ്കിൽ ഇട്ടാൽ ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഇത് വരത്തില്ല. ഇപ്പൊ ഇത് TG മോഹൻദാസ് എന്ന് പറയുന്ന ആൾ ആരാ? TG മോഹൻദാസ് ഒരു വിഷയം ഇട്ടതിനകത്ത് ഇത്രയും വലിയ ചർച്ച വരണമെങ്കിൽ TG മോഹൻദാസിന്റെ പിറകിൽ അദ്ദേഹത്തെ കേൾക്കുന്ന, അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് എത്ര വലിയ വലിപ്പമുണ്ട്. കിളവനെ, മറ്റത്, മറിച്ചത്. ഇയാൾക്കെതിരെ നോക്കിയാൽ അയാൾ കൊടുത്ത CJP സമരത്തിനകത്ത് പുള്ളി കണ്ട ചില സത്യങ്ങൾ, നമ്മളുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊണ്ടുവരാത്ത സത്യങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന സത്യങ്ങൾ, ഇപ്പം അവിടെ അന്വേഷിച്ച് അതിനുശേഷം അറസ്റ്റ് തുടങ്ങിയപ്പോൾ പോലീസ് കണ്ടെത്തിയ സത്യങ്ങൾ, അതിനകത്ത് കടന്നുകൂടിയ ക്രിമിനൽസിന്റെ പശ്ചാത്തലങ്ങൾ, അതിനകത്ത് സ്ത്രീവിരുദ്ധർ അല്ലെങ്കിൽ അത്തരത്തിൽ നടന്ന തോന്നിവാസങ്ങൾ, അപ്പൊ പെൺകുട്ടികൾ കടന്നു കയറിയിട്ടുള്ളതും അല്ലെങ്കിൽ അതിന് തോന്നിവാസങ്ങൾ പിക്ചറൈസ് ചെയ്താ പുള്ളി പറഞ്ഞത്. അങ്ങനെ അനുവദിക്കാൻ പറ്റത്തില്ല, ഞാനായിരുന്നെങ്കിൽ അത് അനുവദിക്കത്തില്ല, മോദി അത്രയ്ക്ക് മര്യാദയുള്ള മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് 30 മിനിറ്റുള്ള വീഡിയോയ്ക്കകത്ത് സാറ് കണ്ടിട്ടുണ്ടല്ലോ, സാറിന് അതിനകത്ത് എന്തെങ്കിലും കാര്യം തോന്നിയോ? അയാളെ വീഡിയോസ് കാണുന്നവർക്ക് അയാൾ സ്ത്രീകളെയോ കുട്ടികളെയോ സഭ്യമല്ലാത്ത രീതിയിൽ ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് കണ്ടോ? അയാൾ സംസാരിക്കും, ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് ഇരിക്കുന്നവർക്ക് സംസാരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പം ഇപ്പൊ അയാൾക്കെതിരെ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ ശക്തികളാ, അതിനോട് താല്പര്യമുള്ളവരാ, അതിനുവേണ്ടി ഇവിടുത്തെ ആളാണെന്നുള്ള വ്യാജേന നിൽക്കുന്നവരാ. അതിന് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് ഇറങ്ങി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യാത്ത കുറെ ആൾക്കാർ, എന്ത് കണ്ടാലും ചില ആൾക്കാർ പറയുമ്പോൾ കീഴി വന്ന് സപ്പോർട്ട് ചെയ്തില്ലേ. മാത്രമല്ല ചില പ്രസംഗങ്ങൾ, ഇപ്പൊ VD സതീശന്റെ പല പ്രസംഗങ്ങൾക്കകത്തും ചില പ്രത്യേക സാധനം മാത്രം എടുത്തു വെച്ച് അത് മാത്രം പ്രചരിപ്പിച്ചത്, അത് മൊത്തം കേൾക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ലെന്ന് മനസ്സിലാവുന്നുള്ള TGയുടെ കാര്യത്തിനകത്ത് ഇതാണ്. ഇത് രഞ്ജിനി ഹരിദാസ് അങ്ങ് ഇപ്പൊ അവർക്ക് സ്റ്റാർ ആവുന്നതിന് TGയെ പിടിച്ചാൽ മതി. സുരേഷ് ഗോപിയുടെ മകൻ TGയെ പിടിച്ചില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. സുരേഷ് ഗോപിയുടെ മകൻ, അവന് സിനിമ ഇല്ലെങ്കിൽ അവൻ ആളാവണമെങ്കിൽ TG മോഹൻദാസിന്റെ പുറത്താണോ കയറണ്ടേ? അല്ലെങ്കിൽ അവനൊന്ന് ആലോചിക്കണ്ടേ, ഞാൻ എൻ്റെ അച്ഛനെ പറയിക്കുന്നത് ശരിയാണോ? അവനും ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ടു കടമെടുത്തോണ്ട് വന്നത് എടുത്ത് മുഖത്ത് വെച്ചുകൊണ്ട് TG മോഹൻദാസ് മോശം, അയാളെ വെടിവെച്ച് കൊല്ലണം. ഈ TGക്കെതിരെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ ഈ വാർത്ത കൊടുക്കുന്നതിനകത്തും കമന്റ് ഇടുന്നതിനകത്തും ഇയാളെ ഇത്രയും മോശമാക്കുന്നതിനകത്തും ഇയാളെ തട്ടിക്കളയെന്ന് പറയുന്നതിനകത്തും ഇയാള് ചാവണമെന്ന് പറയുന്നതിനകത്തും അവരുടെയൊക്കെ പേര് നോക്കുമ്പോൾ പ്രബുദ്ധരാണെന്ന് പറയുന്നെങ്കിലും പേരിനൊരു പ്രത്യേക
ഇസ ഉണ്ട്. അല്ലെങ്കിൽ പേര് വായിക്കുമ്പോൾ നമുക്ക് സാറിന്റെ പേര് വിജയകുമാർ എന്ന് വായിക്കുമ്പോൾ സാറ് ഏതാണെന്ന് ഏകദേശം മനസ്സിലാവും. ചില പേരുകൾക്കേ ഉള്ളൂ. ബിജു എന്ന് പറയുന്ന പേര് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദു ആണെന്ന് അറിയാനൊക്കെ ചില പേരുകൾ അറിയാനൊക്കെ പറ്റില്ല. പക്ഷെ വേറെ ചില പേരുകൾ പ്രത്യേകം തിരിച്ചറിയത്തക്കോണം പേര് കൃത്യമായിട്ട് ഇടുന്ന ചില ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ചില പേരുകൾ നമ്മൾ നോക്കിയാൽ അവരുടെ ഒരു വിഷമം TG മോഹൻദാസ് കാണിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ഇവിടുത്തെ അദ്ദേഹത്തിന് വലിപ്പത്തിലുള്ള കേൾവിക്കാർ ഉള്ളത് കൊണ്ടും വലിയ വലിപ്പത്തിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടും ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി, അതായത് ഒതുക്കത്തിൽ ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്ന് എല്ലാ സുഖസൗകര്യങ്ങളും പറ്റി ഇന്ത്യയെ അട്ടിമറിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുഖം മൂടി വലിച്ചു കീറുന്നതിന് TG മോഹൻദാസിനെ പോലെയുള്ളവർ ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസിനും മറ്റേ ട്രാൻസ്ജെൻഡർക്കും ഇൻഫ്ലുവൻസർക്കും അല്ല മറ്റേ ഒരു ജാൻമണി പിന്നെ ഒരു മോദിയെ ചീത്ത വിളിച്ച സാറ് ഞാൻ അവരുണ്ടല്ലോ അങ്ങനെ പലർക്കും ഉള്ളത്. അതിന്റെ കൂട്ടത്തിലുള്ളവരാണ് ഈ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് ഇവിടെ ഇത് സാധിക്കത്തില്ല, അല്ലെങ്കിൽ ഇതുപോലെ പരസ്യമായിട്ട് വരാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഈ പറയുന്നത് പോലെ ഇവർ മുദ്രാവാക്യവും ഒക്കെ വിളിച്ചുകൊണ്ട് ഇറങ്ങും. നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറയുന്ന ഒക്കെ ഇറങ്ങും. പറയുമ്പോൾ നമ്മൾ വർഗീയത പറയുക എന്ന് പറയും. എന്തോ പറഞ്ഞിട്ടാ ഈ മോഹൻ രഞ്ജിനി ഹരിദാസ് അവർ പറയുന്നു ആ കിളവൻ എന്തോ ഇതിന്റെ അസുഖമാണ്, ഇവള് കിളവിയാവത്തില്ലയോ, അല്ല ഇവള് കിളവിയാവത്തില്ലേ, ഇവർക്ക് എന്തോ ഇതിന്റെ അസുഖമാണ് അല്ലെ നമ്മൾ ചോദിച്ചാൽ ഇവരെന്തോ ആയിട്ടാണ് കിടന്ന് പറയാം. അവര് ഈ പറഞ്ഞ വിമർശനങ്ങൾ അവിടെ പോയി സത്യസന്ധമായ കാര്യങ്ങളാണോ പ്രചരിപ്പിച്ചത്, അവിടെ നടക്കുന്ന കാര്യങ്ങളാണോ പ്രചരിപ്പിച്ചത്, അവരെ 10 പേര് അറിയുമെന്ന് പറഞ്ഞ് ഈ രീതി രാജ്യവിരുദ്ധമായ ശക്തികൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? അവിടെ പോലീസ് ചെയ്യാത്ത കാര്യങ്ങൾ പോലീസിനെ ഈ രീതിയിൽ പറയാൻ പാടുണ്ടോ? അതിനുശേഷം ഇതിന്റെ പുറകിൽ രാജ്യവിരുദ്ധ ശക്തികളാണെന്ന് IB ഉൾപ്പെടെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ ഹാൻഡിലും ഒക്കെ ഇത് കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ വ്യാജ വാർത്ത കൊടുക്കുന്നു, ലോകത്തുള്ള നമ്മൾക്കെതിരെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ടപ്പോൾ ആ മാധ്യമങ്ങൾക്കെതിരെ പറയുകയും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുകയൊക്കെ ചെയ്തില്ലേ? അപ്പം ഈ പറയുന്ന കക്ഷി എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ രഞ്ജിനി ഹരിദാസ് ഈ പറയുന്ന മോഹൻദാസിനെ ചീത്ത പറയുന്നത്, മോഹൻദാസ് എന്ന് പറയുന്ന രാജ്യസ്നേഹിക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ രഞ്ജിനി കരഞ്ഞു മെഴുകുന്നുണ്ട്. രഞ്ജിനി പറഞ്ഞതിനെതിരെ രഞ്ജിനി സമാധാനം പറയേണ്ടി വരും. അല്ലെങ്കിൽ രഞ്ജിനി രാജ്യവിരുദ്ധർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് കണ്ടുപിടിച്ചാൽ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഇതിന്റെ പുറകിൽ രാജ്യവിരുദ്ധ ശക്തികളുണ്ട്, പാകിസ്ഥാനുണ്ട്, അമേരിക്കയുണ്ട്, അല്ലെങ്കിൽ മറ്റു പലരും ഉണ്ട്, അവരാണ് പൈസ മുടക്കിയെന്ന് പറഞ്ഞാൽ രഞ്ജിനി ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കുറെ ഏളാവൂളി എല്ലാം കൂടെ കൂടി എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് ഞാൻ പാകിസ്ഥാന്റെ പൈസ മേടിച്ചു, ഞാൻ ഈ പറയുന്ന പോലെ അമേരിക്കയുടെ പൈസ മേടിച്ചു, ഞാൻ ചൈനയുടെ പൈസ മേടിച്ചു, ഞാൻ ഇതിനു വേണ്ടി കാശ് മേടിച്ചു എന്നൊക്കെ വലിയ ആവശ്യത്തിൽ പറയുന്നത് കേട്ടു. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും എടുത്തു വെച്ച് കാശ് മേടിച്ചോ എന്നുള്ള ചോദ്യം ചെയ്യുമ്പം ഇപ്പം UP-യിലുള്ള ഒരുത്തൻ അവിടെ ഭക്ഷണം കൊടുത്തതിന്റെ കാശ് ചോദിച്ചതിന് വീട്ടിൽ കയറാനൊക്കെ നടക്കുന്നുണ്ട്. അവന്റെ പെണ്ണുപിള്ളയും അമ്മയും അച്ഛനെയും എല്ലാം UP പോലീസ് യോഗി അങ്ങ് വിളിച്ചു പറഞ്ഞു, ഇയാളെ മോഹൻ അവിടെ ചെറിയ ഒരു മൊബൈൽ കടയാണല്ലോ, വരുമാനം ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളതിനകത്ത് വലിയ വരുമാനം ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ 10-30 ദിവസം 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ 10,000 പേർക്ക് നിങ്ങൾ എങ്ങനെ ഭക്ഷണം കൊടുത്തു, ഇതിന്റെ കണക്കൊന്നുകൊണ്ട് കാണിപ്പാ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വിളിച്ചില്ല, ഇതിന്റെ കണക്കൊന്ന് കാണിയരും, അല്ലെങ്കിൽ ആ പൈസ എവിടെ നിന്ന് വന്നു ചോദിക്കേണ്ടി വരും. അതൊരു രാജ്യത്തിന്റെ കടമയാണ്. നിങ്ങൾക്ക് വെളിയിൽ നിന്ന് പൈസ അങ്ങനെ നിങ്ങളുടെ ടാക്സ് ഒന്നും വേണ്ടല്ലോ, നിങ്ങളുടെ വരുമാനം ഗവൺമെന്റ് ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ എവിടുന്നേലും പൈസ മേടിക്കാനും ലോകത്ത് എവിടുന്നേലും പൈസ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇഷ്ടമുള്ളവർ ചെലവാക്കാനും പറ്റില്ല. അതൊന്നും നമ്മുടെ ഭരണഘടനയ്ക്ക് അനുശാസിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കും. ഇനി പല പല കാരണങ്ങളുണ്ട്. അപ്പൊ അതുപോലെ രഞ്ജിനി ഹരിദാസും അങ്ങ് കാര്യം പറഞ്ഞങ്ങ് വലുതായാൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം പറയേണ്ടി വരും. ചോദ്യങ്ങൾ വരുന്നുണ്ട്, മനസ്സിലാവുന്നില്ല, ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഉത്തരം പറയേണ്ടി വരും. ഇപ്പം മെഴുകി തുടങ്ങി. അപ്പൊ നല്ലതുപോലെ മെഴുകാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ടിരുന്നു. അതിനുവേണ്ടി ഈ വക്കീലന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിയമജ്ഞരും ഒക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ടിരുന്നു. TGയുടെ പുറത്ത് കയറിയോ TG മറുപടി ഒന്നും പറയത്തില്ല, മാന്യനായ മനുഷ്യനാ, മനസ്സിലല്ലേ? കുറച്ചുകൂടെ റീച്ച് ആവും TGയുടെ പുറത്തോട്ട് കയറാമെങ്കിലേ. പിന്നെ കുറച്ചുകൂടെ ഇവരെ താങ്ങുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും. ആരാ TG അടുത്ത് പറഞ്ഞ ആരാ സപ്പോർട്ടേഴ്സ് കൂടുന്നതെന്ന് അറിയാമല്ലോ. പേർലിമാണി ഉൾപ്പെടെ ഉള്ളവരെ പുറകോട്ട് പോയി ഇപ്പം പറഞ്ഞതിന് ഭൂരികായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് സഹിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ നിന്ന 7 ലക്ഷം ഫോളോവേഴ്സിൽ 2 ലക്ഷം പോയെങ്കിൽ 2 ലക്ഷം രാജ്യദ്രോഹികളാണ് പോയത്, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ രാജ്യദ്രോഹികളെയും കൂടെ കൂട്ടുപിടിക്കുന്നതാണ് അഭികാമ്യം. വരുമാനം ഉണ്ടാകുന്ന മാർഗം അതാണെങ്കിൽ പേർലിമാണിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുകൊണ്ട് രഞ്ജിനി ഹരിദാസിനും ഒക്കെ ഗുണമുണ്ടാവും. ഏതായാലും രഞ്ജിനി ഹരിദാസ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപകടം അടുത്ത് തന്നെ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.